എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2-4 സെമസ്റ്റർ പരീക്ഷകൾ 2-4-6 സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചേർത്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന വാർത്ത എടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2-4-6 സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായി ശ്രദ്ധിക്കുക. ശരിക്കും പറയുവാണെങ്കിൽ 2-4 സെമസ്റ്റർ അതിൽ FAUGP 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 6 മുതലാണ് ആരംഭിക്കുന്നത്. ടൈം ടേബിൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4ാം സെമസ്റ്റർ പരീക്ഷ, അതുപോലെ തന്നെ 6ാം സെമസ്റ്റർ പരീക്ഷ മാർച്ച് മാസം 23-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. 4ാം സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല. തീർച്ചയായും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് തീർച്ചയായും ഒരു കൂട്ടർ വിദ്യാർത്ഥികളോടാണ് പ്രധാനമായും പറയാനുള്ളത്. 2020 അഡ്മിഷൻ കാൻഡിഡേറ്റ്സ്, നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന ചാൻസ് ആണെന്ന് ഒരുപാട് വീഡിയോകളിൽ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന ചാൻസ് എന്നാണ്. അതായത് ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ 5 to 6 years ആണ് അതിൻ്റെ വാലിഡിറ്റി പീരീഡ്. അപ്പോൾ 2020 എൻറോൾ ചെയ്ത അതായത് പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 2020 എന്ന് പറയുന്നത് 6 വർഷം ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് കഴിയുകയാണ്. അടുത്ത വർഷവും 2, 4, 6 സെമസ്റ്റർ, അതുപോലെ തന്നെ 1, 2, 3 സെമസ്റ്ററൊക്കെ 1, 2, 3, 4, 5, 6 സെമസ്റ്റർ പരീക്ഷകളൊക്കെ നടക്കും. പക്ഷേ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത വർഷം എഴുതാൻ സാധിക്കില്ല. 1, 2, 3, 4, 5, 6 റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളൊക്കെ നടക്കും. പക്ഷേ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ എഴുതാൻ സാധിക്കില്ല. കാരണം അവരുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ അവസാന ചാൻസാണ്. 2, 4, 6 സെമസ്റ്റർ പരീക്ഷയിൽ ഏതെങ്കിലും സപ്ലി ഉണ്ടെങ്കിൽ ഇത്തവണ തന്നെ എഴുതി ക്ലിയർ ചെയ്ത് പോകാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ 1 ടൈം റെക്കോർഡ് സപ്ലിമെൻ്ററി എക്സാമിനേഷനായിട്ടും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കായിട്ടും മേഴ്സി ചാൻസ് പരീക്ഷയ്ക്കുമൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് എത്ര വർഷം ഇനി എടുക്കും എന്നുള്ളതിനൊന്നും പറയാൻ പറ്റില്ല. കാരണം നിലവിൽ ഇപ്പോൾ കോൾ ഫോർ ചെയ്തിരിക്കുന്നത് 2016 വരെ മാത്രമാണ്. 2017, 18, 19 ഇവ 3ഉം വിളിക്കാനുണ്ട്. ഒരു 5 വർഷത്തിനുള്ളിൽ മാത്രമേ ഇവ 3ഉം വരികയുള്ളൂ. തീർച്ചയായും അതിനുശേഷം മാത്രമേ 2020 ഇനി കോൾ ഫോർ ചെയ്യുകയുള്ളൂ. തീർച്ചയായും 2, 4, 6 സെമസ്റ്റർ പരീക്ഷ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ക്ലിയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ പെടും. തീർച്ചയായും 2021, 22 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല, പക്ഷേ അവർക്ക് ഇനിയും ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാര്യം ശ്രദ്ധയിൽപ്പെടുന്നു. രണ്ടാമത് എന്ന് വെച്ചാൽ നിങ്ങൾ തോക്കണം എന്നല്ല, നിങ്ങളും പഠിച്ചും ജയിച്ചു പോവുക, അത്ര നല്ലത് തന്നെ. എന്നാൽ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ പ്രധാനമായി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി വിസ്കൃത ഫോൺ ഡിസ്ക്രൈബ് എടുത്ത ഗൈഡിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.